കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരേ ഒരു ലിങ്ക് സിനിമകളിലേക്ക്, അല്ലെങ്കിൽ അഭിനയത്തിലേക്ക്. അഭിനയം എന്ന കല, സിനിമ എന്ന കല, ആ മാധ്യമത്തിലേക്കുള്ളത് എൻ്റെ ടെക്സ്റ്റ് ബുക്സ് സിനിമകളാണ്. സിനിമകളെ ഓരോരോ സിനിമകൾ കാണുമ്പോഴും അതിൻ്റെ ഓരോരോ വ്യത്യാസമായിട്ടുള്ള ടെക്നീക്സും ഓരോരുത്തരുടെ ശൈലിയും ഓരോ റെട്രോസ്പെക്റ്റീവ് ചെയ്യുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ അതെൻ്റെ ഹോബി, പാഷൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ടൈം പാസ് എന്ന് പറയുന്നതിന് ഉപരി ഞാൻ അനിവാര്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് ഞാൻ അപ്പം മനസ്സിലാക്കിയതാണ്. കാര്യം ക്രിയേറ്റീവ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നൊരു സംഭവം നമ്മളെ സൂയിസൈഡലാക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ 1.5 വർഷത്തിലാണ്. നമ്മൾ സിനിമകൾ പോയി കാണും, ഒരുപാട് സിനിമകൾ കാണും. നമുക്ക് വരുന്നത് ചിലപ്പോൾ നല്ല സിനിമകളായിരിക്കും ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ, പക്ഷേ നമ്മുടെ ആത്മാവിന് ഒരു രീതിയിലും സംതൃപ്തി തരുന്നൊരു കഥാപാത്രമായെന്ന് വരില്ല. അതുകൊണ്ട് സ്റ്റബ്ബണായിട്ട് നോ പറയേണ്ടി വരിക, അതിൻ്റെ ഒരു ബിറ്റർനെസ് നമ്മളിലുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ, സത്യം പറഞ്ഞാൽ 1.5 വർഷം ഭയങ്കര സങ്കടമായിരുന്നു എന്ന് പറയുന്നതിലും അതായിരുന്നു എൻ്റെ ബെസ്റ്റ് പീരീഡ്. എൻ്റെ ഫുൾ കരിയറിൽ 7 വർഷത്തിൽ എൻ്റെ 1.5 വർഷക്കാലം ഞാൻ അഭിനയിക്കാതിരുന്ന, എനിക്ക് ജോലി ഇല്ലാതിരുന്ന സമയമായിരുന്നു എൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ടൈം. കാര്യം ഇതിൻ്റെ വില എന്തെന്ന് ഞാൻ അറിഞ്ഞതും ആ സമയത്തായിരുന്നു. ഞാൻ തീരുമാനിച്ചതും എൻ്റെ പ്രയോറിറ്റീസും എനിക്ക് ശരിയാണെന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. സോ ദാറ്റ് വാസ് മൈ ടൈം സ്പെൻറ്റ്. പഠിപ്പ് നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. MA ഫസ്റ്റ് ഇയർ എക്സാംസ്, അതുകൊണ്ട് നല്ലോണം പഠിച്ചെഴുതാൻ പറ്റി, എനിക്ക് വേറെ ജോലിയില്ലാത്ത സമയത്ത്. പക്ഷേ വായനയിലും എഴുത്തിലും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കലകളിലേക്കൊക്കെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റി ആ സമയം എനിക്ക്. ആദ്യം തന്നെ എനിക്ക് ഒരു ചെറിയ വിയോജിപ്പുള്ളത്, നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നടിമാർക്കൊരു ഷെൽഫ് ലൈഫ് ഉണ്ടെന്നുള്ളത്. പക്ഷേ യൂറോപ്യൻ ഫിലിംസിലും ഹോളിവുഡിലൊക്കെ അവരത് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. അവിടെയും ഒരു സ്ട്രഗിളായിരുന്നു എന്നുള്ളതാണ്. മെറിൽ സ്ട്രീപ്പിൻ്റെ കാര്യം നോക്കുമ്പം അവരൊരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലാണ് സ്ത്രീകൾക്ക് ഒരു 60-ാം കാലഘട്ടത്തും അവരെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ അവരെ ബേസ് ചെയ്തിട്ടുള്ള സ്ത്രീകളുടെ കഥ പറയാനുള്ള സിനിമകളെ മെയിൻ സ്ട്രീം സിനിമകളാക്കി കൊണ്ടുവരാനുള്ള ഒരു ആക്ടിവിസ്റ്റാണ് അവർ. സോ അത്തരം ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഇവിടെയും ഉണ്ടാവാം, പക്ഷെ ചുരുക്കം ചിലവർ മാത്രം. ഒരു ഷബാന ആസ്മി നമുക്ക് പിക്ക് ആൻഡ് ചൂസ് ചെയ്യാം വേണമെങ്കിൽ, പക്ഷേ എല്ലാ സ്ഥലത്തും ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്നെ അത് പേടിപ്പെടുത്താത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് വേറെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ആ ഒരു ഫെയ്ത്ത് എനിക്കുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയാണ്, എൻ്റെ കലയ്ക്കൊരു വിലയുണ്ട്, അത് ആ മൂല്യം ഞാൻ വാങ്ങിച്ചിരിക്കും. പക്ഷേ പൈസയ്ക്ക് മാത്രമായിട്ടാണ് ഞാൻ ഇവിടെ നിലനിൽക്കുന്നതെങ്കിൽ നോ, നോട്ട് റിയലി. കാര്യം എനിക്ക് വേറെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം എന്നുള്ള വിശ്വാസക്കാരിയാണ് ഞാൻ. ഇപ്പം ഞാൻ സിനിമയിലുണ്ട് ഈ സമയത്ത്. ഞാനിവിടുന്ന് പോയാലും ഇവിടെ ഒന്നും പറ്റാൻ പോകുന്നില്ല. ഇവിടുത്തെ ഏതൊരാൾ ഇവിടുന്ന് പോയാലും പ്രത്യേകിച്ചൊന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷേ ക്രിയേറ്റീവായിട്ട് ഇത്രയും സംഭാവനകൾ കൊടുക്കുന്ന ഒരാൾക്ക് മാത്രമേ അവിടെ ഒരു പ്രതിച്ഛായ, അത് മാത്രമല്ല അവർ പോയി കഴിഞ്ഞാലുള്ള വലിയൊരു വാക്യൂം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയായി മാറണമെങ്കിൽ ആ തരത്തിലുള്ള ഡെഡിക്കേഷനും ആ തരത്തിലുള്ള ഒരു എന്താ പറയുക, നമ്മൾ കുതിരകളെ ഓട്ടത്തിൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ട്, ഇവിടെ 2 ഇത് വെക്കും അവർ, അതിൻ്റെ കോൺസെൻട്രേഷന് വേണ്ടിയിട്ടാണ്, അവരുടെ പെരിഫറൽ വ്യൂ കട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ഏകാഗ്രത ഇല്ല എന്നുണ്ടെങ്കിൽ, അതില്ല എന്നുണ്ടെങ്കിൽ അത് ഇല്ലാത്തവർക്കും അവരുടെ പ്രയോറിറ്റീസ് വളരെ അധികം ക്ലിയറാണ്. അവരെന്തുകൊണ്ട് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വർഷങ്ങളിൽ ഏറ്റവും നല്ലോണം ഫെയിമും പണവും സമ്പാദിച്ച് പിന്നീട് വേറൊരു ജോലിയിലോ ഒരു സെറ്റിൽ ലൈഫിലേക്ക് പോവുക, അതും ഒരു നല്ല രീതിയിലാണ്. പക്ഷെ അത് എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ സുപ്പീരിയർ ആണെന്ന് ഞാൻ സത്യം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നെ സന്തോഷിപ്പിക്കുന്നത് ഇതാണ്, അതല്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മലയാളം സിനിമകളിൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ സിനിമയൊക്കെ മാറ്റുന്നതൊക്കെ വലിയൊരു ഡ്രീമാണ്. എൻ്റെ കാലശേഷമെങ്കിലും, ഐ നോ ഐ എം യങ് ആൻഡ് ഓൾ, ചിലർ കളിയാക്കാറുണ്ട് ഞാൻ എൻ്റെ കാലശേഷം എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയൊരാൾ പറയണ പോലെയാണെന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ കാലശേഷവും ഒരു മാറ്റത്തിനൊരു തുടക്കം എൻ്റെ ജനറേഷനിൽ എനിക്കും എൻ്റെ പിയേഴ്സിനും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നത്തിങ് ലൈക്ക് ഇറ്റ്. സോ എൻ്റെ ആഗ്രഹം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആക്ടേഴ്സിൻ്റെ ഒരു സ്ഫിയർ വലുതാക്കിക്കൊണ്ടിരിക്കുക, അവരുടെ പോസിബിലിറ്റീസ് വലുതാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു കുടുംബകഥയും അല്ലെങ്കിൽ ഒരു സീരിയൽ ലൈക്ക് കഥയും അല്ലെങ്കിൽ ചെറിയ ബാത്റൂം ജോക്സിനെ
സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള സിനിമകളും ഒക്കെ ഒരു ട്രെൻഡായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു 10 സിനിമകൾ വരും, ഹിറ്റാവും, അത് പോവും. പക്ഷെ മനസ്സിൽ ഓർത്ത് വെക്കുന്നത് ഏത് സിനിമയാണെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ. ഷോക്ക് ചെയ്യാൻ വേണ്ടി ഷോക്ക് ചെയ്യുന്ന ന്യൂ ജനറേഷൻ സിനിമകൾ ഞാൻ യോജിക്കുന്നില്ല. കാര്യം ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ഭരതൻ, ഒരു പത്മരാജൻ എന്നുള്ള ചില ആൾക്കാർ ഇവിടെ ക്രിയേറ്റ് ആവണമെങ്കിൽ അവരവരുടെ ആദ്യത്തെ സ്റ്റെപ്സ് മുതൽ അവർ അത് പണിയെടുക്കേണ്ടതാണ്. സോ അത് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ വളരെയധികം ചൂസിയായിട്ട് ചെയ്യുന്നത്. അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാര്യം എനിക്കത് മനസ്സമാധാനം തരുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അയ്യോ ഇത് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പൈസ ഇല്ലല്ലോ, എനിക്ക് വേണ്ടത്ര ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ജീവിച്ചു പോകാൻ അത്രയും സുഖകരമായിട്ട് ജീവിച്ചു പോകാനുള്ള അത്രയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത്രത്തോളം ഐ നോ ദാറ്റ് ഐ നീഡ് ടു വർക്ക്. പക്ഷേ ഒരു കാരണമായിട്ടോ അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈല് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ജോലി ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതായി പോകുന്നത്, മാറിപ്പോകുന്നത്. അതിലൊരു ഹോൾഡ് വെച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ എന്തും ചെയ്യണം എന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഒരു കാര്യം സിനിമ വല്ലതും വിടുക. ഇവിടെയൊക്കെ ലിറ്ററസി എന്ന് പറഞ്ഞ സംഭവം, എഡ്യൂക്കേഷൻ, നോളജാണ് ആരെയും രക്ഷിക്കേണ്ടി വരിക. നമ്മുടെ TV ചാനൽസിലും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നൊരു പ്രതിച്ഛായയുണ്ട്, നമ്മുടെ എന്താണ് സിനിമ ഇൻഡസ്ട്രി എന്ന് കൊടുക്കുന്നൊരു ഇല്യൂഷനുണ്ട്. അതിപ്പോൾ കുറഞ്ഞു വരികയാണ്. റിയാലിറ്റി ടെലിവിഷനും ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ സിനിമ എന്തെന്നുള്ളത് ആൾക്കാർ കൂടുതൽ അറിയുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ എന്തൊക്കെ നടക്കണമെന്നുള്ളത് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പകുതിയോളം ആ ഒരു എന്താ പറയുക, ഒരു ഡ്രീം ലൈക്ക് ഇല്യൂഷൻ ഒന്ന് മാറി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും. എസ്പെഷ്യലി ചെറുപ്പക്കാർ വരുമ്പോൾ അവർക്ക് അറിയാം എന്താ പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളത്. ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇൻഡസ്ട്രീനെ നല്ലതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഏത് ഇൻഡസ്ട്രിയിലും ഒരു സ്ത്രീ ആ സ്ത്രീയുടെ സെക്ഷുവാലിറ്റിയെ യൂസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് കൺസെൻഷ്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. ആ സ്ത്രീക്ക് അത് ചെയ്തതുകൊണ്ട് ഒരു തെറ്റെന്ന് തോന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഹെർ ലൈഫ്, ലെറ്റ് ഹർ ഡു വാട്ട് എവർ ഷീ വാണ്ട്സ്. പക്ഷേ ഒരാണ് കാരണം ഞാൻ ഇങ്ങനെ എന്ന് പറയുന്നത് അവിടെ ഞാൻ ആ സ്ത്രീനെ കുറ്റപ്പെടുത്തുള്ളൂ. അൺലെസ് ആൻഡ് അൺടിൽ ഷീ വാസ് ഫോഴ്സ്ഡ്. ഒരു രീതിയിലും ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ ഒരു ബലാത്സംഗം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുപോവുക അല്ലാണ്ട് ഒരു സ്ത്രീ അയ്യോ ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്ക് ഈ ഒരു കഥാപാത്രം കിട്ടില്ലല്ലോ, ഒരു ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. യു ക്യാൻ ഓൾവേസ് ഫൈൻഡ് ആ സെൽഫ് റെസ്പെക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ള മെയിൻ ഒരു ലൂപ്പ് ഹോൾ ഉള്ളത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് പോകുന്ന എൻ്റെ കണ്ടംപററി ആയിട്ടുള്ള നടിമാർ, റിമയായാലും രമ്യ ആയാലും ഇവരൊക്കെ തന്നെ ഒരുപാട് ഈ സിനിമയെ പ്രണയിച്ച് വന്ന ആൾക്കാരാണ്. ചിലപ്പോൾ വന്നപ്പോൾ അവർക്ക് ഒരു ക്ലൂ ഉണ്ടായിരുന്നിരിക്കില്ല. അവർ ഋതുവിലൂടെയാണ്, ശ്യാം പ്രസാദിൻ്റെ സ്കൂളിൽ നിന്നാണ് റിമ വന്നിരിക്കുന്നത്. പലതരത്തിലുള്ള ഫിലിംസും വന്ന് രമ്യയുടെ സ്ഥാനം കണ്ടെത്തിയ ഒരു നടിയാണ്. ഞാൻ വന്നത് ഒരു ബോബി സഞ്ജയ് കൂട്ടുകെട്ടിൽ നിന്നാണ്. സോ സിനിമ എന്തെന്നുള്ളതും അതിൻ്റെ സാങ്ക്ടിറ്റി എന്തെന്നുള്ളതും അറിഞ്ഞു വന്നിട്ടുള്ള നടിമാർ ആ ഒരു ഇത് കാണിക്കും. പിന്നെ ഇറ്റ്സ് വെരി ഈസി ടു ഗെറ്റ് ബ്ലൈൻഡഡ്. നമുക്ക് ഒരുപാട് പേര് അറ്റൻഷൻ തരുമ്പോൾ ആരാണെങ്കിലും, ഡയറക്ടേഴ്സ് ആണെങ്കിലും, ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഒരു ഫിലിം ഹിറ്റായാൽ അദ്ദേഹത്തിന് ഓസ്കർ നിലവാരം എന്ന് തന്നെ വിശ്വസിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. വിച്ച് ഈസ് വെരി നാച്ചുറൽ. അത് നടക്കും. അത് ഏത് മനുഷ്യനാണെങ്കിലും മനസ്സിൻ്റെ ഇരിപ്പ് അങ്ങനെയാണ്. നമ്മൾ എത്ര ആൾക്കാർ പ്രേസ് ചെയ്യുന്നു അത്രയും നമ്മുടെ മുഖത്തൊരു മുഖം മൂടിയും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിവിറ്റി മാറും. കോൺഷ്യസ് ആയിട്ട് ഒരു ഡിസിപ്ലിൻ ആ ഏരിയയിൽ കൊണ്ടുവരാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ലെവൽ എന്താണ് അല്ലെങ്കിൽ നമ്മൾ ആരാണെന്നുള്ളതിൻ്റെ ഒരു ബോധമില്ലാതെ ഒരാൾക്കും ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എൻ്റെ വിശ്വാസം ഇപ്പോൾ ഉള്ള പലവരും, എനിക്ക് തോന്നുന്നു ഇൻക്ലൂഡിങ് ദുൽഖർ, ഫഹദ്, റിമ, രമ്യ, മലയാളത്തിലുള്ള പലവരും ദേ ആർ വെരി ഷുവർ അങ്ങനത്തെ കാര്യങ്ങളിൽ. കഥ കേൾക്കാതിരിക്കുന്നു അല്ലെങ്കിൽ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് പരിചയമില്ല. നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് ഇന്നയാളുടെ കഥ കേട്ടു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുക. അല്ലാതെ അയാൾ വിളിച്ചുകൊണ്ടിരിക്കേണ്ട എനിക്ക് കേൾക്കണ്ട, അതിന് ഡേറ്റ് ഉണ്ടാവില്ല എന്നല്ല പറയുക. ആദ്യം തന്നെ നമ്മൾ ചോദിക്കുന്നത് ഡേറ്റ് ശരിയാവുകയാണെങ്കിൽ കഥ കേൾക്കാമെന്നാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സമയമെടുത്ത് നമ്മളോട് കഥ പറയുമ്പോൾ കഥ കേട്ടിട്ട് എനിക്ക് ഡേറ്റ് ഇല്ല എന്ന് പറയണത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റാണ്.
അതാരും കാണിക്കേണ്ടത് എനിക്ക് എൻ്റെ പിയേഴ്സിൽ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ എനിക്ക് തോന്നുന്നില്ല. ഐ ഹാവൻ ഹേർഡ് എനിത്തിങ് ലൈക്ക് ദാറ്റ് അബൌട്ട് ദം. പക്ഷെ പുതിയതായിട്ട് വരുന്ന ചിലവരുണ്ട്. കാര്യം അവർ കാണുന്നത് ഒരു ഗ്ലോറിയിൽ നിന്നിരുന്ന ഒരു മോഹൻലാൽ, മമ്മൂട്ടി, അവരുടെ ഞാൻ പറയുന്നത് അമൃതം ഗമയ കാലഘട്ടമാണ്. ആ സമയത്തുണ്ടായിരുന്ന മോഹൻലാൽ, മമ്മൂട്ടി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം അങ്ങോട്ടേക്ക് ചൂണ്ടിടും. അത് നടക്കാത്ത കാര്യമാണ്. ഒരുപാട് കുട്ടി സ്റ്റെപ്സ് ഉണ്ടാക്കിയിട്ടേ വലുതാവാൻ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ. എത്ര വേഗം പഠിക്കുന്നോ അത്രയും വേഗം അവർക്ക് നന്നാവാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനത്തെ ആൾക്കാർ ഇല്ല എന്നല്ല പറയണേ, ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരുടെ നിലനിൽപ്പ് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്.